ഇന്ന് നമുക്ക് നമ്മുടെ ധ്യാനം ആരംഭിക്കാം. നമ്മൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഇന്ന് നമുക്ക് ധ്യാനിക്കാം. പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ധ്യാനം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അടിയനെയും ശ്രോതാക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവവചനം സംസാരിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വാക്കുകളെ തരണം, കർത്താവ് സംസാരിക്കുന്നത് പറയുവാനുള്ള കഴിവ് തരണം, ആരോഗ്യത്തെയും തരണം. കർത്താവെ, കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അത് ആഴമായി പതിയാനും ദൈവവചനം പ്രക്രിയ ചെയ്യാനും മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകാനും കർത്താവെ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനും അങ്ങനെ നിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുവാനും എല്ലാം കർത്താവ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ജനിച്ച് കർത്താവിലായിരിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ വചനം ഇരുതല വാൾ ഉള്ള വാളിനേക്കാൾ മൂർച്ചേറിയതാണല്ലോ. ഹൃദയത്തെ അത് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ വായിക്കുന്നത് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 17-18 വാക്യങ്ങളാണ്. വാക്യങ്ങൾ ഞാൻ വായിക്കാം. 17-ാം വാക്യം: ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. 17-ാം വാക്യം. തൊട്ട് മുമ്പുള്ള വാക്യങ്ങളിൽ പൗലോസ് നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഇറങ്ങി വരണം. മറ്റ് മതവിശ്വാസവുമായിട്ട് കൂട്ടിക്കലരരുത്. നമ്മൾ ഇത് രണ്ടും ഒന്നല്ല. നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു. അവരുടെ ആരാധന വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നു. അപ്പം അതിലൊന്നും നമ്മുടെ ഭക്തി, നമ്മുടെ ആരാധന വീണു പോകരുത്. അതിൽ നിന്ന് ഇറങ്ങി വരണമെന്നാണ് ഇന്നത്തെ പൗലോസിൻ്റെ വാചകം നമ്മളോട് പറയുന്നത്. നിങ്ങൾ അവരിൽ നിന്ന് വേർപിരിയണം, ഇറങ്ങി ഇങ്ങ് പോരണം എന്ന്. ചെറിയ കാര്യമല്ല, വലിയൊരു കാര്യമാണ്. നമ്മൾ ഇറങ്ങി വരിക തന്നെ ചെയ്യണം എന്ന അർത്ഥം. ഇറങ്ങി വരികയാണ്. അവരുടെ കൂടെ ആയിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാരണം അവരുടെ ആരാധന നമ്മളിൽ സ്വാധീനം ചെലുത്താൻ പാടില്ല. അവരുടെ ആരാധന, ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ ആരാധനയുമായിട്ട് കൂട്ടിക്കലരുവാൻ പാടില്ല. യേശയ്യായുടെ പ്രവചനം 52-ാം അധ്യായം 11-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. പോകുവീൻ, പോകുവീൻ, അവിടെ നിന്ന് കടന്നു പോകുവീൻ, അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. കർത്താവിൻ്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവീൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവീൻ. ആചാരപരമായ അശുദ്ധിയുടെ കാര്യമാണ് പ്രവാചകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ അടുത്ത് നിന്ന് അവരുടെ വിഗ്രഹാരാധനയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വിഗ്രഹത്തിനെ പൂജിച്ചത് ഭക്ഷിച്ചും ഒക്കെ നമ്മളെ മലിനമാക്കരുത്. പൗലോസ് നമ്മളോട് പറയുമ്പോൾ സാൻമാർഗികമായ നമ്മുടെ കറകളൊന്നും പറ്റാതെ സൂക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് പൗലോസ്. അതുകൊണ്ടാണ് ഇറങ്ങി വരണം എന്ന് പറയുന്നത്. എഫേസ്യസ് ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് ഇത് പറയുന്നുണ്ട്. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത്, പകരം അവയെ കുറ്റപ്പെടുത്തുവീൻ. അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് നിഷ്ഫലമാണ് താനും. അത് നമ്മൾ പങ്കുചേരരുത്, അതിനെ കുറ്റപ്പെടുത്തണം. അന്ധകാരമെന്ന് പറഞ്ഞാൽ
ദൈവിക ശക്തിക്കെതിരായിട്ടുള്ള ശക്തികളെക്കുറിച്ചാണ്. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ, അതിലൊന്നും നമ്മൾ പങ്കുചേരരുത്, മാറി ഇങ്ങ് പോരണം എന്നർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യേശു പറഞ്ഞൊരു വാചകമാണ്, തൻ്റെ മരണത്തിന് മുമ്പായിട്ട് യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഭാഗം. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നു എങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ലോകവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല, ഞാൻ തിരഞ്ഞെടുത്തതാണ്, ഒരു സെലക്ഷനാണ്. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ കൂടെ അവരെ പോലെ ജീവിക്കുവാനായിട്ട് പാടില്ല എന്ന് അർത്ഥം. ഇതിന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ നമുക്ക് മാതൃകാ പുരുഷന്മാരുണ്ട്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 24 മുതൽ 27 വരെ വാക്യങ്ങളിൽ മോശയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. മോശ എന്താണ് ചെയ്തത്? മോശ ഇസ്രായേൽ ജനം എൻ്റെ സ്വന്തം ജനമായതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ ഇടയിൽ ക്രിസ്തുവിനെ പ്രതി എന്ന് തന്നെ പൗലോസ് എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിനെ പ്രതി കഷ്ടതകൾ സഹിക്കാനാണ് മോശ തൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഫറവോ രാജാവിൻ്റെ മകളുടെ മകൻ എന്ന നിലയിൽ വളർന്നു വന്നു. യുദ്ധ അഭ്യാസങ്ങളൊക്കെ അറിയാം, ഭരണതന്ത്രജ്ഞനാണ്, വാക്ചാതുര്യമുള്ളവനാണ്. പക്ഷെങ്കിൽ തൻ്റെ തലയിൽ കിരീടവും വെച്ച് ഫറവോ ആയി രാജഭരണം നടത്താനല്ല മോശ ഇഷ്ടപ്പെട്ടത്, തിരഞ്ഞെടുത്തത്. തൻ്റെ സ്വന്തം ജനം കഷ്ടപ്പെടുമ്പോൾ ഈ ഈജിപ്തിലെ സകല നിധികളെക്കാളും പ്രധാനപ്പെട്ടതാണ് തൻ്റെ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് മോശ മനസ്സിലാക്കി അങ്ങനെ ഇറങ്ങിത്തിരിച്ചു. അവൻ ദൃഷ്ടി പതിപ്പിച്ചത് തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്. അത് നമ്മൾ ഓർത്തോണം. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ പലതും ചെയ്യുമ്പോൾ പീഡകൾ സഹിക്കേണ്ടി വരും. ഈ ലോകം അങ്ങനെയാണ്, നമ്മളെ വെറുക്കും, എല്ലാം ഒന്നുപോലൊക്കെയാണെന്ന് പലരും പറഞ്ഞ് പഠിപ്പിക്കും. അങ്ങനെയൊന്നുമല്ല. അപ്പം ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ പീഡകൾ സഹിക്കും. അപ്പോൾ നമ്മുടെ ദൃഷ്ടി സ്വർഗത്തിലോട്ടായിരിക്കണം. നമുക്കൊരു പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, എനിക്ക് വേണ്ടി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. അപ്പം ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ നോക്കിക്കൊണ്ട് വേണം നാം ജീവിക്കുവാൻ. മോശ അങ്ങനെയാണ് ജീവിച്ചത്. പഴയ നിയമത്തിൽ ദാനിയേൽ, പ്രവാചകന ദാനിയേൽ, ജോസഫ്, അവരുടെയൊക്കെ ജീവിത മാതൃക ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസി മറ്റുള്ളവരിൽ നിന്നൊക്കെയും വേർപിരിയണം. അവൻ ജഡത്തെ അങ്ങ് ക്രൂശിക്കണം. പൗലോസ് ഗലാത്യ ലേഖനത്തിലെ 5-ാം അധ്യായം 24-ാം വാക്യം ഞാൻ വായിക്കാം. യേശുക്രിസ്തുവിനുള്ളവൻ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. വേണ്ട, കൊന്നുകളയുകയാണ്. വികാരങ്ങളും മോഹങ്ങളും, ജഡത്തിൻ്റെ വികാരങ്ങളും മോഹങ്ങളും ക്രൂശിച്ചിരിക്കുക. അങ്ങനെ വേണം എന്നർത്ഥം. അതുകൊണ്ട് മറ്റ് മതസ്ഥരുമായിട്ട് ഒന്നും ആ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിലും ജീവിതശൈലിയിലോട്ടൊന്നും നമ്മൾ പ്രവേശിക്കരുത്. അവരുമായിട്ട് അങ്ങനെ ഇടപെടുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ തെറ്റുകൾ കടന്നുകൂടാനും നമ്മൾ തെറ്റായ മാർഗത്തിലേക്ക് തിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്.
തീത്തോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് ഒരു ക്രിസ്ത്യ വിശ്വാസിയായ അന്നത്തെ ആ ആൾക്കാർ അവരുടെ പഴയ ജീവിതം എങ്ങനെ ആയിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ വാചകം ഇന്നും അർത്ഥവത്താണ് സത്യത്തിൽ. തീത്തോസ് 3:3 ഞാൻ വായിക്കുകയാണ്. മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു നിങ്ങൾ പണ്ടങ്ങനെ ആയിരുന്നല്ലോ. പരസ്പരം വെറുക്കുകയാണ്, ദ്രോഹബുദ്ധി, തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുക, അനുസരണമില്ല, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നില്ല, സാൻമാർഗിക നിയമങ്ങളൊക്കെ ഉണ്ട്, അതനുസരിക്കുന്നില്ല, മൂഢരാണ്. മൂഢർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയത്തില്ലാത്തവരാണ്. അങ്ങനെ നിങ്ങൾ ജീവിച്ചവരായിരുന്നില്ലേ? അസൂയ എല്ലാം നിറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിച്ച് ജീവിക്കുന്നവരായിരുന്നല്ലോ. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഇന്ന് വരണം എന്ന് അവരെയും നമ്മളെയും പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ആ വാചകത്തിൻ്റെ അടുത്ത ഭാഗം, അശുദ്ധമായത് ഒന്നും നിങ്ങൾ തൊടുകയും അരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4:7 ഞാനിപ്പോൾ വായിച്ചത്. 1 തെസ്സലോനിക്ക 4:7. നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, അശുദ്ധിയിലേക്കല്ല. നമ്മളെ വിളിച്ചിരിക്കുകയാണ്, വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന അർത്ഥം. സോദോം ഗൊമോറയിലെ ദുഷ്ടതയിൽ ലോത്തിനെയും കുടുംബത്തെയും വിളിച്ച് വേർതിരിക്കുക. അങ്ങനെ വിളിച്ച് വേർതിരിക്കുന്ന ഒരു കാര്യം ദൈവം നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ മനസ്സിലാക്കണം, നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യം റോമാലേഖനത്തിൽ 6-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വാക്യവും ഞാനൊന്ന് വായിക്കാം. അതിൻ്റെ അത് പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഒരിക്കൽ നമ്മൾ നമ്മുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളാക്കി സമർപ്പിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ശരീരത്തെ നമ്മൾ അങ്ങ് അടിമയാക്കി സമർപ്പിച്ചിരിക്കുകയായിരുന്നു പണ്ട് ഒരിക്കൽ. എന്തിനൊക്കെ? അശുദ്ധിക്കും അനീതിക്കും. ഇപ്പോൾ നാം നമ്മെ തന്നെ നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം. അന്നത്തെ കാര്യങ്ങളെ ഒക്കെ ഇപ്പോൾ നമുക്ക് ലജ്ജാവഹമായി തോന്നുന്നു. അതിൽ നിന്ന് നമുക്ക് യാതൊരു ഫലവും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ അവസാനം മരണമാകുന്നു. എന്നാൽ ഇപ്പോൾ നാം പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുകയും ദൈവത്താൻ്റെ അടിമകളായിരിക്കുകയുമാണ്. അതിൻ്റെ അവസാനമോ നിത്യ ജീവൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ നിത്യജീവൻ ലഭിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ അടിമകളായി രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. അശുദ്ധമായത് ഒന്നും തൊടുക പോലും അരുത്, അത്രമാത്രം അകന്ന് നിൽക്കണമെന്നാണ്. വെളിപാട് പുസ്തകത്തിൽ 17-18 അധ്യായങ്ങളിലായിട്ട് വേശ്യാവൃത്തി അശുദ്ധമാണ്, മ്ലേച്ഛമാണ് എന്ന് കാണിക്കുന്ന ചില കാര്യങ്ങളാണ് അതിലെഴുതിയിരിക്കുന്നത്. മഹാബാബിലോൺ എന്ന് നിഗൂഢനാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ഒരു സ്ത്രീയുടെ വീഴ്ചയെക്കുറിച്ച് അതിലെഴുതിയിരിക്കുന്നത്. അതിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് നമ്മളിപ്പം കടക്കുന്നില്ല. എങ്കിലും അതെല്ലാം അശുദ്ധമാണ്, മ്ലേച്ഛത നിറഞ്ഞതാണ്. എന്ത് സംഭവിച്ചു? ഒറ്റ ദിവസം കൊണ്ട് ആ മഹാബാബിലോൺ ചുട്ട എരിഞ്ഞ് വലിയ മഹാമാരികളൊക്കെ പിടിച്ച് നശിക്കുകയാണ്.
ആ സ്ത്രീയുടെ മരണത്തിൽ ഇങ്ങനെ ദഹിപ്പിക്കപ്പെടുന്നത് കണ്ടപ്പോൾ അവളോടുകൂടി സഹകരിച്ചിരുന്ന രാജാക്കന്മാർ, വലിയ ബിസിനസ്സുകാർ അവളെ ഓർത്ത് കരയുകയാണ്. മ്ലേച്ഛത ദൈവം ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഈ അശുദ്ധമായ കാര്യങ്ങൾ അത് നമ്മൾ ഓർക്കണം. അന്ന് പലർക്കും പല ശിക്ഷകൾ ലഭിച്ചു. ഇന്നും നമ്മുടെ ചരിത്രമൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഇതൊക്കെ വാർത്തകളൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, മ്ലേച്ഛമായ ഇതാണ്, അത് അശുദ്ധമാണ്, ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പലർക്കും ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലരെ ശിക്ഷയിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ദൈവം ശിക്ഷിക്കാതെ പോകത്തില്ല എന്ന് നമുക്കറിയാം. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിന് വളരെ സന്തോഷം തോന്നി. ഓരോ സൃഷ്ടികർമ്മം നടക്കുമ്പോഴും ഓരോ ദിവസത്തിൻ്റെ അവസാനം ദൈവത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, നന്നായിരിക്കുന്നു, പ്രകാശം നന്നായിരിക്കുന്നു, എല്ലാ ഗോളങ്ങൾ, നക്ഷത്രജാലങ്ങൾ നന്നായിരിക്കുന്നു എന്ന് തന്നെ ദൈവം പറയും. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടോ ഏറ്റവും നന്നായിരിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിനെക്കാട്ടിൽ ഉപരിയായ ഒരു സൃഷ്ടി കർമ്മം നടത്താനൊക്കുമോ? ദൈവത്തിൻ്റെ തന്നെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ എത്ര മനോഹരമായിരിക്കുന്നു, എത്ര നന്നായിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല. ദൈവം അങ്ങനെ അങ്ങ് പറഞ്ഞു, ഇതിനെക്കാട്ടിലുപരിയായി എന്ത് ചെയ്യാനാ, അതിമനോഹരം, ശ്രേഷ്ഠം. അത് ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ 6-ാം വാക്യമാണ്. പക്ഷേ പിന്നീട് നമ്മൾ ഒരു കാര്യം വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിച്ചു. അത് 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുക. കാരണം മനുഷ്യൻ്റെ തിന്മകളെ ദൈവം കണ്ടു. ഇങ്ങനെ തിന്മ ചെയ്യാനല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഹൃദയം വേദനപ്പെട്ടു. അതുകൊണ്ടാണ് ജലപ്രളയം, നോഹയുടെ കാലത്തെ ജലപ്രളയം വെച്ച് സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുന്നു. നോഹയും നോഹയുടെ കുടുംബത്തിലുള്ള 7 പേരെ കൊണ്ട് പെട്ടകത്തിൽ കയറ്റി രക്ഷപ്പെടുത്തി. ബാക്കിയെല്ലാം ദൈവം നശിപ്പിച്ചു. അതിന് ശേഷം ഉണ്ടാകുന്ന യുഗത്തിലെ സോദോം ഗോമോറ പ്രദേശങ്ങൾ തിന്മയുടെ ഭയങ്കര നിലം, തിന്മയാ സകലതും. ഗന്ധകം പേയിച്ച് ദൈവം ആ പ്രദേശങ്ങളെ ദഹിപ്പിച്ച് കളഞ്ഞു. അത്രമാത്രം വേദനയാണ് ഹൃദയത്തിൽ ദൈവത്തിനുണ്ടായത്. ലോത്തിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചു. അവരെ ഓടിപ്പോകാൻ പറഞ്ഞിരുന്നു. അവരോടിപ്പോയി. തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് തൂണായി തീർന്നു. ദൈവം നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ സംഭവിച്ചു. അതുകൊണ്ടാണ് കർത്താവ് നമ്മുടെ ഇന്നത്തെ വാചകത്തിൽ പറയുന്നത്, അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അംഗീകരിക്കും. ദൈവത്തിന് കൃപാവരം നമുക്ക് തരും. ദൈവത്തിന് പ്രസാദം നമ്മളിലുണ്ടാകും. അതാണ് ഈ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം. കായേലും ഹാബേലും ആദ്യകാലത്തെ കാര്യമാണ്. ദൈവത്തിന് ബലിയർപ്പിച്ചു. 2 പേരും ബലിയർപ്പിച്ചു. ഹാബേലിൻ്റെ ബലി ദൈവം സ്വീകരിച്ചു, അതംഗീകരിച്ചു. കാരണങ്ങൾ പലതുണ്ട്. ദൈവം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം അംഗീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അശുദ്ധത ഒന്നും ചെയ്യാൻ പാടില്ല. അതിൽ തൊടുക പോലെ വരുത്, ഇറങ്ങി പോരെ എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് പറയുകയാണ്, അങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളോട് പ്രസാദമുള്ളവനായിരിക്കും, നിങ്ങളെ സ്വീകരിക്കും, നിങ്ങളെ അംഗീകരിക്കും. 6-ാം അധ്യായത്തിൽ ഇതുവരെയുള്ള പഠനങ്ങൾ പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൈവത്തിന് നമ്മളോട് പ്രസാദമുണ്ടാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ചുരുക്കമായി ഞാനൊന്ന് പറയാം. 1, നാം യഥാർത്ഥ വിശ്വാസികൾ ആയിരിക്കണം. 2,
നമ്മൾ അവിശ്വാസികളുമായി കൂട്ടുകൂടരുത്. 3, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. മറ്റ് വിഗ്രഹങ്ങളുമായി നമുക്ക് യാതൊരു പൊരുത്തവും ഉണ്ടാകരുത്. ദൈവമാണ് നമ്മളിൽ വസിക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവം, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നമ്മളിൽ വസിക്കുന്നു. അവൻ ജീവനുള്ള ദൈവമാണ്. വിജാതിയരെ വിട്ട് ഇറങ്ങി വരണം. അശുദ്ധമായതൊന്നും നമ്മൾ തൊടുകയും അരുത്. ഇത്രയും കാര്യങ്ങളാണ് 6-ാം അധ്യായത്തിൽ 17-ാം വാക്യം വരെ പൗലോസ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് 18-ാം വാക്യം വായിച്ച് നോക്കാം. എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കണം. 18-ാം വാക്യം: ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണത്. കർത്താവ് ഒരു കാര്യം നമ്മളോട് അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കുകയും ചെയ്യും. നമ്മുടെ ആ സ്ഥാനം ഒന്ന് നോക്കണം. ദൈവം നമുക്ക് പിതാവായിരിക്കും, നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമായിരിക്കും. വലിയൊരു പൊസിഷനാണ്, സ്ഥാനമാണ് നമുക്ക് ലഭിക്കുന്നത്. മാലാഖമാർക്ക് ആ സ്ഥാനം കൊടുത്തിട്ടില്ല. ഹെബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് നമ്മൾ ഇങ്ങനൊരു വാചകം എഴുതിയിരിക്കുകയാണ്: ഇന്ന് എൻ്റെ പുത്രനായിട്ട് ഞാൻ ജന്മം നൽകി. ഏത് മാലാഖയ്ക്ക്, ഏത് ദൂതനാണ് എൻ്റെ പുത്രൻ എന്നുള്ള ആ സ്ഥാനവും കൊടുത്ത് ഞാൻ ഏത് ദൂതനെയാണ് അങ്ങനെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്നത്? ആരെയും ആക്കിയില്ലെന്നർത്ഥം. മാലാഖമാർക്ക് ആ സ്ഥാനം കൊടുത്തിട്ടില്ല. നമ്മളോട് പറയുക, നമ്മളെ മക്കളാണ്. ഞാനാണ് ദൈവം, നിങ്ങളുടെ പിതാവ്. ഞാൻ ദൈവമായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ പിതാവാണ്. യേശുവിനോട് ഈ ശിഷ്യന്മാരൊരിക്കൽ ചെന്ന് ആവശ്യപ്പെട്ടു, ഞങ്ങളെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യോഹന്നാൻ ശിഷ്യന്മാർ യോഹന്നാനിൽ നിന്ന് പഠിച്ചു. പ്രവാചകന്മാരുടെ ശിഷ്യന്മാരെയൊക്കെ പ്രവാചകന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. അപ്പം യേശുവിൻ്റെ അടുത്ത് ചെന്ന് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യേശു അവരുടെ ഇപ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രാർത്ഥനാക്രമം അവർക്ക് ആവശ്യമാണെന്ന് തോന്നി. അവർ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കണം. യേശു പ്രാർത്ഥന അവരെ പഠിപ്പിച്ചപ്പോൾ ആദ്യത്തെ വാചകം തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. യേശു പഠിപ്പിച്ച പ്രാർത്ഥന കർത്തൃപ്രാർത്ഥന എന്ന് നമ്മൾ പ്രത്യേകം പറയുന്നതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുകയാണ്. നമ്മളെ വലിയൊരു പദവിയിലേക്കാക്കി ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ ഇതൊരു വലിയ അവകാശമാണ്. എൻ്റെ അപ്പൻ എന്നുള്ള സ്ഥാനത്തേക്ക് കണ്ട് യഥാർത്ഥത്തിലായിത്തീർന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം, അത് ദൈവം നമുക്ക് തന്ന മഹത്തായ സ്ഥാനമാണെന്ന് നമ്മൾ ഓർക്കണം. ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ്, ഞാൻ ഇന്ന് നിനക്ക് ജന്മം നൽകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുള്ളത്? ആരോടും പറഞ്ഞില്ലെന്ന് ചുരുക്കം. അപ്പോൾ എങ്ങനെയാണ് നാം പുത്രന്മാരായി തീരുന്നത്? നമ്മൾ ജനിക്കുമ്പോൾ ഉടനെ പുത്രനല്ല, അത് ഈ മാംസത്തിൽ നിന്നുള്ള മാംസമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പുത്രനായി തീരുന്നതെങ്ങനെ? ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാനത് വായിക്കാം: യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാം ദൈവപുത്രന്മാരാണ്. ദൈവപുത്രനാകേണ്ടതിന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വേണം. യേശു കർത്താവാണ്, എൻ്റെ രക്ഷകനാണ് എന്ന് വിശ്വസിക്കണം. കർത്താവും രക്ഷകനായി വിശ്വസിച്ച്
വായ് കൊണ്ട് ഏറ്റുപറയണം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറുന്നു എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടും ജനനത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നുകൂടെ ഒന്ന് ആഴമായി ചിന്തിക്കണം. ഈ വീണ്ടും ജനനം, ബോൺ അഗെയിൻ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയാറുണ്ട്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാണ്. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ യോഹന്നാൻ സുവിശേഷകൻ, യോഹന്നാൻ അപ്പോസ്തലൻ ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് എഴുതിയിരിക്കുക. വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ശിഷ്യന്മാരുടെ കൂടെ യേശു ഇരുന്നപ്പോൾ ഒരു രാത്രിയിൽ നിക്കോദിമോസ് അവിടെ വരുന്നു. ആരാണ് നിക്കോദിമോസ്? യഹൂദന്മാരുടെ ഒരു വലിയ പ്രധാനിയാണ്, ഫരീസയനാണ്, സൻഹദ്രീൻ സംഘത്തിലെ ഒരാളാണ്, ഒരു ഗുരുവാണ്, നല്ല പണ്ഡിതനായ മനുഷ്യൻ. അദ്ദേഹത്തിനാണ് രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്നത്. യേശു ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ ചില ചിന്തകൾ ഉദിച്ചു. ഈ യേശു ഒരു സാധാരണ മനുഷ്യനല്ല. ഈ യേശു ഒരു സാധാരണ മനുഷ്യനല്ല, ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവൻ ആണ്. അല്ലെങ്കിൽ ആർക്കും ഇതുപോലെയുള്ള അത്ഭുതങ്ങളോ അടയാളങ്ങളോ പ്രവർത്തിക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിന് അത് വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കാം. അദ്ദേഹം പകല യേശുവിൻ്റെ അടുത്ത് വരുവാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അദ്ദേഹം ഒരു വലിയ പൊസിഷൻ ഇരിക്കുമായതുകൊണ്ട് ആ പൊസിഷൻ നഷ്ടപ്പെട്ടേക്കുമോ. അന്നത്തെ ചുറ്റുപാടുകളൊന്നും അദ്ദേഹത്തിന് ആ ബലം കൊടുത്തില്ല യേശുവിൻ്റെ അടുത്തേക്ക് പകൽ സമയത്ത് വരുവാൻ. രാത്രിയിലേക്ക് വന്നു. അതുകൊണ്ട് ബൈബിളിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിക്കോദിമോസിനെ കുറിച്ച് എഴുതുമ്പോൾ നിക്കോദിമോസിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്ന നിക്കോദിമോസ് എന്നാണ്. യേശു അവിടെ വെച്ചാണ് നിക്കോദിമോസിനോടാണ് വീണ്ടും ജനനത്തെക്കുറിച്ച് ആദ്യം പഠിപ്പിക്കുന്നത്. 12 ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടന്നു. അവരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. അവരോടല്ല വീണ്ടും ജനനത്തെക്കുറിച്ച് ആദ്യം സംസാരിച്ചത് നിക്കോദിമോസിനോടാണ്. യേശു പറഞ്ഞു തുടങ്ങി, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവന് സ്വർഗരാജ്യം കാണുക സാധ്യമല്ല. തുടക്കത്തിൽ തന്നെ വീണ്ടും ജനനം എന്ന് പറഞ്ഞപ്പോൾ വല്ല ആശയപശക കൺഫ്യൂഷൻ നിക്കോദിമോസിന് ഉണ്ടായി കാണും. നിക്കോദിമോസ് സാധാരണ അർത്ഥത്തിൽ തന്നെയാണ് ചിന്തിച്ചത്. അതിൻ്റെ ആഴമായ ആശയങ്ങളോ ആത്മീയ തലങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ അപ്പോൾ നിക്കോദിമോസിന് സാധിച്ചില്ല. നിക്കോദിമോസ് ചോദിച്ചു, എങ്ങനെ ഗുരു അത് സംഭവിക്കുന്നത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരിക്കൽ ജനിച്ച ഒരു കുഞ്ഞ് പിന്നീട് വീണ്ടും മാതാവിൻ്റെ ഉദരത്തിലോട്ട് കയറി വീണ്ടും അങ്ങനെ പ്രസവിച്ച് അങ്ങനെ സംഭവിക്കാൻ നോക്കൂ? യേശു വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആദ്യം ജനിക്കുന്നത് മാംസത്തിൽ നിന്നുള്ള ജനനമാണ്. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം. അത് ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ ജനിക്കാനാണ്. ഭൂമിയിൽ ജനിക്കുന്ന കാര്യമല്ല. കർത്താവ് പറയുന്നത് ഒരു കുഞ്ഞ് ആയി ആത്മീയനായി സ്വർഗത്തിലെ ഒരു കുഞ്ഞായിട്ട് ജനിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആത്മാവിൽ ജനിക്കണം. അതാണ് ജലത്താലും, ജലം അതിൻ്റെ ഭാഗ്യമായി പ്രതീകമാണ് കാണിക്കാൻ. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും സ്വർഗരാജ്യം കാണുവാൻ സാധ്യമല്ല.
ആത്മാവിലാണ് ജനനം. ബീജം എവിടെയാണ്? അത് ആത്മാവിനാൽ ജനിക്കണം. പത്രോസ് അപ്പോസ്തലന് 1 പത്രോസിൽ 23 വാക്യം 1 അധ്യായത്തിൽ പത്രോസ് എഴുതുന്നത്, നമ്മൾ വീണ്ടും ജനിച്ചത് എങ്ങനെയാണ്? നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്ന് സനാതനമായ ജീവനുള്ള, സജീവവും സനാതനവുമായ ജീവനുള്ള ആ വചനത്തിൽ നിന്നാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആത്മാവിൽ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞായി ജനിക്കുന്നു. കുഞ്ഞായിട്ട് ജനിക്കുന്ന ആളിന് പിന്നെ ഒരു വളർച്ച ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ജനിക്കുമ്പോൾ അവർക്കുള്ള അവകാശമാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ അവകാശം. റോമാലേഖനം 8 അധ്യായത്തിൽ 15-17 വാക്യങ്ങളിൽ 15, 16, 17 വാക്യങ്ങളിൽ പൗലോസ് എഴുതിയിരിക്കുന്ന ആ വാക്യം ഞാൻ വായിക്കാം. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. ആഴമായ ആശയങ്ങൾ പൗലോസിലൂടെ നമ്മളോട് പറയുകയാണ്. ഒന്ന്, നാം ആബാ പിതാവേ എന്ന ദൈവത്തെ വിളിക്കുന്നു. എൻ്റെ അപ്പ എന്ന് വിളിക്കുവാനുള്ള ആ ഭാഗ്യം അത് നമുക്ക് കിട്ടുന്നു. പിന്നെ വേറൊരു രഹസ്യം പൗലോസിലൂടെ പറയുന്നുണ്ട്. ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നൊരു സാക്ഷ്യം നൽകുന്നു. നീ ദൈവത്തിൻ്റെ മകനാണ്. നമ്മളിൽ വസിക്കുന്ന വീണ്ടും ജനിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അവൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്. ചില വ്യക്തികളോട് നമ്മൾ ചോദിക്കുകയാണ്, നീ ദൈവമകനാണോ, ദൈവത്തിൻ്റെ പുത്രനാണോ? ഞാൻ നല്ലതായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്, എനിക്ക് തീർത്ത് പറയാൻ ഒക്കുന്നില്ല എന്നായിരിക്കും മറുപടി. അങ്ങനെ ഒരു തീർത്ത് പറയാൻ കഴിയാത്തതിൻ്റെ കാരണം അവൻ അറിയുന്നില്ല അവൻ ദൈവത്തിൻ്റെ മകനാണെന്ന്. കാരണം അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ്റെ ആത്മാവിനോട് പറയുന്നില്ല നീ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ആത്മാവിനോട് പറയും നീ ദൈവത്തിൻ്റെ മകനാണ് എന്ന്. അങ്ങനെ ഒരാളോട് പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ ദൈവത്തിൻ്റെ മകനായി കഴിഞ്ഞിട്ടില്ല. അതാണ് പൗലോസ് പറയുന്നത്. അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ആത്മാവിനോട് പറയും നീ ദൈവത്തിൻ്റെ മകനാണ്. അപ്പോൾ അത് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു വലിയ വാചകമാണ്. ഞാൻ ദൈവത്തിൻ്റെ മകനാണോ? അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന്. ആണെങ്കിൽ അങ്ങനെ പറയും. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആകണം. അത് ആകാൻ പരിശ്രമിച്ച് അത് വേണ്ടത് ചെയ്യണം. പിന്നീട് ഒരു വലിയ കാര്യം കൂടെ അവിടെ സംഭവിക്കുകയാണ്. അതായത് നമുക്കൊരു വലിയ വാഗ്ദാനം കൂടെ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ മകൻ എന്നുള്ള ഉന്നത സ്ഥാനം ലഭിക്കുന്നത് മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 7 മുതൽ 11 വാക്യങ്ങളിൽ പറയുകയാണ്, നിങ്ങൾ ദോഷികളായ മാതാപിതാക്കന്മാർ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കാൻ അറിയുന്നില്ലേ? അപ്പം വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കും. ഏറ്റവും നല്ല അപ്പം. കല്ലെടുത്ത് കൊടുക്കുകയില്ല. പാമ്പിനെ പിടിച്ച് മീന് പകരം കൊടുക്കത്തില്ല. മുട്ട വേണമെന്ന് പറഞ്ഞാൽ തേളിനെ പിടിച്ച് കൊടുക്കത്തില്ല. മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കുവാൻ നിങ്ങൾ അറിയുന്നു, ദോഷികളായി നിങ്ങൾ അറിയുന്നു.
എങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി നന്മകൾ നൽകുകയില്ല. ചോദിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവീൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. വാഗ്ദാനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനം. ആർക്കുള്ള വാഗ്ദാനം? തൻ്റെ മക്കളായ നമുക്കുള്ള വാഗ്ദാനം. ചോദിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവീൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നാൽ മതി. കർത്താവ് തരാതിരിക്കത്തില്ല. കർത്താവിൻ്റെ വാക്കാണ്, എൻ്റെ അപ്പൻ്റെ വാക്ക്. തരാതിരിക്കുമോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. തരുക തന്നെ ചെയ്യും. മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ അപ്പൻ കടാക്ഷിച്ച് വേണ്ടത് ചെയ്യും. യാതൊരു സംശയമില്ല. പരീക്ഷിച്ച് നോക്കുമൊന്നും വേണ്ട. കർത്താവിനോട് അങ്ങ് ചോദിച്ചാൽ മതി. ലഭിക്കുക തന്നെ ചെയ്യും. ലഭിക്കും. ചോദിച്ചോളീൻ, ലഭിക്കും. ഇതാണ് ഈ സ്ഥാനത്തിൻ്റെ പ്രത്യേകത. അത് നമ്മൾ ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. സീനായി ഉടമ്പടിയെക്കുറിച്ച് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇസ്രായേൽ ജനത്തെ തൻ്റെ സ്വന്തം ജനമാക്കി വിളിച്ചിരിക്കുകയാണ്. സീനായി പർവ്വതത്തിൽ വെച്ച് മോശ വഴി 10 കൽപ്പനകളൊക്കെ നൽകിയിട്ട് അതനുസരിക്കണമെന്ന് ദൈവം പറഞ്ഞു. മോശ വഴി എല്ലാം പറയുകയാണ് ജനത്തോട്, ഇതനുസരിച്ചാൽ നിങ്ങൾക്ക് ഞാനൊരു വാഗ്ദാനമുണ്ട്. പുറപ്പാട് പുസ്തകം 19 അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഞാനത് വായിക്കുന്നു. വാക്യം: നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആയിരിക്കും. കൽപ്പനകളെല്ലാം പാലിച്ചോണം. അങ്ങനെ പാലിച്ചാൽ ഈ എല്ലാ ജനങ്ങളിലും വെച്ച് നിങ്ങളായിരിക്കും എൻ്റെ പ്രിയജനം, പുരോഹിത രാജ്യം. ഭൂമി മുഴുവൻ എൻ്റേതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ എൻ്റെ പുരോഹിത രാജ്യമാണ്, എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഉടമ്പടിയൊക്കെ നമ്മളൊന്ന് പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. ദൈവം എന്തുവാ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ സ്വന്തം ജനം, പ്രിയപ്പെട്ട ജനം, എൻ്റെ മക്കളായിരിക്കും എന്നുള്ള വാക്കല്ല അവരോട് പറഞ്ഞത്. അത് ശ്രദ്ധിച്ചോണം. രാജാക്കന്മാർക്ക് അവരുടെ ജനം എന്ന് പറയുന്നത് പോലെ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ സ്വന്തം ജനം, എൻ്റെ മക്കളുടെ പദവിയല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കണം. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. നിങ്ങളെൻ്റെ സ്വന്തം മക്കൾ എന്നാണ് യേശു പഠിപ്പിച്ചത്. അത് നമ്മൾ ഓർക്കണം. യേശു പറയുമ്പോൾ ഇങ്ങനെയൂടെ ചേർത്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അവകാശികളും കൂട്ടവകാശികളുമാണ് ക്രിസ്തുവിൻ്റെ. പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ് റോമർ 8 അധ്യായത്തിൽ. നിങ്ങൾ അവകാശികളാണ്, ക്രിസ്തുവിനോടുകൂടി കൂട്ടവകാശികളുമാണ്. അപ്പോൾ നമ്മൾ ഈ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കും ഈ ഭൂമിയിൽ. പൗലോസും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കൈകൊണ്ടൊക്കെ ജോലി ചെയ്ത ഞാൻ സമ്പാദിച്ചൊക്കെ ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടും പൗലോസ് പറയും, എങ്കിലും ഞാൻ അനേകരെ സമ്പന്നരാക്കുന്നു. കാര്യം നമ്മുടെ അപ്പന് എല്ലാം ഉണ്ടെന്നുള്ള ഓർത്തോണം. എൻ്റെ പേരിൽ ഇപ്പം എനിക്ക് ഒന്നുമില്ല, ഒരു ചെറിയ വീടേ ഉള്ളൂ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഇവിടെ വെച്ച് നമ്മൾ ധരിച്ച് ദരിദ്രനാണ് എന്നൊക്കെ നമ്മൾ കരുതിയാലും ഒരു കാര്യം ഓർക്കണം, എനിക്കുണ്ട്, എൻ്റെ പേരിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സമ്പന്നനാണ് ഞാൻ. കാരണം എൻ്റെ അപ്പന് എല്ലാം ഉണ്ട്, അവകാശം എനിക്കുമുണ്ട്. ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ കൂട്ടവകാശിയുമാണ് എന്ന് ഓർക്കണം. ക്രിസ്തുവിനെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്, അവൻ സകലത്തിൻ്റെ അവകാശിയാണെങ്കിലും നമ്മുടെ കൂടെ ആയിരുന്ന് ദാരിദ്ര്യം അനുഭവിക്കുവാൻ അവൻ താല്പര്യപ്പെട്ട് ഇറങ്ങി വന്നു. നമ്മളെപ്പോലെ ഒരു ദരിദ്രനായിട്ട് ജീവിച്ചു. എന്തിന്? നമ്മളെ
അവനോടുകൂടി സമ്പന്നരാക്കുവാൻ. എല്ലാം നമുക്കുണ്ട്, അവനോടുകൂടി കൂട്ടവകാശികളാണ് നമ്മൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അബ്രാഹത്തിനെയും തിരഞ്ഞെടുത്ത് വേർതിരിച്ചത് അബ്രാഹത്തിൻ്റെ പ്രവൃത്തികളെ നോക്കിയിട്ടൊന്നുമല്ല, അബ്രാഹാം ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തെ നോക്കി. അവൻ്റെ വിശ്വാസം അവനെ നീതീകരിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. പൗലോസ് പുതിയ നിയമത്തിൽ അത് വ്യാഖ്യാനിച്ചെല്ലാം പറയുന്നുണ്ട്. വിശ്വാസം നമ്മളെ നീതീകരിക്കും. ഒരു യേശുവിൻ്റെ ഒരു അത്ഭുതം മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഒരു അത്ഭുതം ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 15-ാം അധ്യായത്തിൽ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ കാനാൻകാരിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്നു. അവളുടെ മകൾക്ക് അസുഖമാണ്. ആ മകൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവളെ സുഖമാക്കണം. പിശാചിൻ്റെ പ്രവർത്തനമാണ് അവൾക്കുടെ രോഗത്തിന് കാരണമെന്ന് ആ സ്ത്രീക്ക് തന്നെ ബോധ്യമുണ്ട്. അവൾ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ആൾക്കാർ ധാരാളം യേശുവിൻ്റെ ചുറ്റും എപ്പോഴും ഉണ്ട്. പ്രസംഗം കേൾക്കാനും അത്ഭുതങ്ങൾ വാങ്ങിക്കാനും സ്വീകരിക്കുവാനും ഒക്കെയാണ് അവർ വന്ന് നിൽക്കുന്നത്. കാനാൻകാരി സ്ത്രീ, കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. ഇതാണ് അവളുടെ പ്രാർത്ഥനയുടെ വാചകം. കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. യേശു മിണ്ടാതൊക്കെ നിന്നു. ശിഷ്യന്മാർ പറഞ്ഞു, അയ്യോ അവളിങ്ങനെ പുറയിൽ വന്ന് കരയുന്നല്ലോ, അവിടെ കാര്യം എന്താണെന്നൊന്ന് ചെയ്തു കൊടുക്കുമോ, കർത്താവിന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. അവളത് കേട്ടു. അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അത് ശരി തന്നെ, എങ്കിലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ അത് തിന്ന് നായ്ക്കൾ ജീവിക്കുന്നല്ലോ. വിശദീകരിക്കുന്നില്ല. യേശു അതിൻ്റെ ആഴം അറിഞ്ഞു. അവളോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം വലുത്, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൾ സുഖമായിരിക്കുന്നു. യേശു പറഞ്ഞ ആ നിമിഷം തന്നെ അവളുടെ മകൾ സുഖമായി, സൗഖ്യം പ്രാപിച്ചു. നമുക്കൊരു സംശയം തോന്നാം. യേശു ക്രിസ്തു ആദ്യം പറഞ്ഞ ഒരു തത്വമുണ്ടല്ലോ, മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറി ആ തത്വമൊക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞിട്ടാണോ ഈ അത്ഭുതം ചെയ്തു കൊടുത്തത്? നമ്മളത് പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ആ സ്ത്രീ വന്ന യേശുവിനെ ആദ്യമേ വിളിച്ചത് കർത്താവേ ദാവീദിൻ്റെ പുത്ര എന്നാണ്. കൂടെ നടന്ന പല യഹൂദ ശിഷ്യന്മാരും യഹൂദരായ ആൾക്കാർ യേശുവിനെ അങ്ങനെ വിളിച്ച് കാണത്തില്ല. അങ്ങനെ വിളിച്ചവരും ഉണ്ട്. ആ കനാന്യ സ്ത്രീ വിളിച്ചത് കർത്താവേ എന്നാണ്. യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുക വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ദൈവത്തെ വിളിക്കുന്ന വാക്കാണ് കർത്താവ്. നിങ്ങളുടെ കർത്താവും ദൈവവും ഞാനാണെന്നല്ലേ യഹോവ പറഞ്ഞത്. അപ്പോൾ അവൾ അവിടെ വിശ്വാസം വിളിച്ചു പറഞ്ഞു, ഇവൻ കർത്താവാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നാണ് തോമസ് അപ്പോസ്തലൻ യേശുവിനെ വിളിച്ചത്. അപ്പോൾ അവൾ അത് വിളിച്ചിരിക്കുന്നു കർത്താവേ. രണ്ടാമത്തെ വാക്ക് ദാവീദിൻ്റെ പുത്ര. യഹൂദജനം മുഴുവനെ വിശ്വസിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, അത് ദാവീദിൻ്റെ പുത്രനായി വന്ന് ജനിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. ദാവീദിൻ്റെ പുത്രനായി വരേണ്ട ക്രിസ്തുവിനെ അവരാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു വരും എന്നുള്ളത് യഹൂദന്മാരുടെ ഹൃദയത്തിൻ്റെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വലിയ സത്യമാണ്.
അപ്പോൾ അവരത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ പലരും കണ്ടിട്ട് മനസ്സിലായില്ല. ചിലർ പാവങ്ങൾ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവരൊക്കെ വന്ന് കണ്ട് മനസ്സിലാക്കി വെച്ച് പോയി. നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ചിലർ മനസ്സിലാക്കി, ചിലർ മനസ്സിലാക്കിയില്ല. ഈ കാനാൻകാരി സ്ത്രീ വിളിച്ചു പറയുന്നത് ദാവീദിൻ്റെ പുത്ര എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേ എന്നാണ് അതിൻ്റെ അർത്ഥം. ദാവീദിൻ്റെ പുത്രനായിട്ടാണ് ക്രിസ്തു വരുന്നത്. അവളത് വിശ്വാസം വിളിച്ച് ഏറ്റു പറഞ്ഞു. കർത്താവെന്നും യേശുവിനെ ക്രിസ്തു എന്നും അംഗീകരിച്ച് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ നാവാണ് ആ കനാന്യ സ്ത്രീയുടെ നാവ്. അവൾ അവളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞു. വിശ്വാസം ഏറ്റുപറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വിശ്വാസിയായ അബ്രാഹത്തോട് ചേരുകയാണ്. അബ്രാഹത്തിൻ്റെ മകളായി അവൾ മാറി. അബ്രാഹത്തിൻ്റെ മകളായി മാറിയപ്പോൾ അവൾ പുത്രിയാണ്. പുത്രിയാണെങ്കിൽ പിന്നെ വാഗ്ദാനത്തിന് യോഗ്യയാണല്ലോ. അതുകൊണ്ട് യേശു പറഞ്ഞത് എന്താണ്? നിൻ്റെ വിശ്വാസം വലുത്. നിനക്കൊരു ചെറിയ വിശ്വാസം ഉണ്ടെന്നല്ലേ യേശു പറഞ്ഞത്. നിൻ്റെ വിശ്വാസം കൊള്ളാം, കുറച്ചുകൂടെയൊക്കെ ഒന്ന് പഠിക്കണം, അങ്ങനൊന്നുമല്ല യേശു പറഞ്ഞത്. നിൻ്റെ വിശ്വാസം വലുത്. വലിയൊരു വിശ്വാസത്തിന് ഉടമ. നീ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, നിൻ്റെ മകൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, പൊയ്ക്കൊള്ളുക. വിശ്വാസമാണ് അബ്രാഹത്തിൻ്റെ മക്കളായി മാറുന്നതിന് വെച്ചിരിക്കുന്ന അവസ്ഥ. അവളത് വിശ്വസിച്ചു, യേശുവിനെ വിശ്വസിച്ചു. കർത്താവ്, ക്രിസ്തു, ദാവീദിൻ്റെ പുത്രൻ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുമല്ല, അവളത് ഏറ്റുപറഞ്ഞു. അവൾക്ക് സൗഖ്യം ലഭിച്ചു. അവളെക്കൂടെ മകളുടെ ഇടത്തിലേക്ക് യേശു എണ്ണി തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. നമുക്കും യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി സ്വീകരിക്കണം. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ രക്ഷകൻ എന്ന് വിശ്വസിച്ച് ഏറ്റുപറയണം. നാം അവൻ്റെ മക്കളായി മാറുമ്പോൾ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയും, നീ ദൈവത്തിൻ്റെ മകനാണ്. ആർക്കെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് അവൻ്റെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് പറയുന്നില്ലെങ്കിൽ ശോധന ചെയ്യണം, വിശ്വാസത്തിലേക്ക് കടന്നു വരണം, ആയിത്തീരും. അപ്പോൾ വാഗ്ദാനങ്ങൾക്ക് അർഹരാണ്. ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞത് മക്കളോടാണ്. നമ്മൾ അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ആണ്. ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിച്ചത് 6-ാം അധ്യായം 17-18 വാക്യങ്ങൾ. അപ്പോൾ ആ അധ്യായം തീർന്നു. നമ്മളെ ദൈവത്തിൻ്റെ മകനായും മകളായും രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ പ്രാപിക്കണം. വീണ്ടും ജനനം എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞല്ലോ. വീണ്ടും ജനനമെന്ന് പറഞ്ഞാൽ ഒരു മാനസികമായ മനസ്സിൻ്റെ ഒരു നവീകരണം എന്ന് മാത്രമല്ല, അതെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് നമ്മൾ ഒന്ന് ജനിക്കുകയാണ്. ആദ്യം ജനിച്ചത് ഭൂമിയിൽ, ഇനി നമ്മൾ ജനിക്കുന്നത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് പൈതലായിട്ട് ജനിക്കുകയാണ്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. അപ്പോൾ ഒരു നവീകരിക്കപ്പെട്ട ജീവിതമായിരിക്കും പിന്നെ നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ ആയിരിക്കുകയും വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചയിൽ 71-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് 7-ാം അധ്യായം ആരംഭിക്കാം. ദൈവം നമ്മളെ നടത്തട്ടെ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.